ശ്രീ പി കെ ഗോപൻ 35 സീറ്റുകളിലേക്ക് LDF-നെ ചുരുക്കിയതിന് പിന്നാലെ ആ ദിവസങ്ങളിലൊക്കെയും സോഷ്യൽ മീഡിയയിലടക്കം അതിന്റെ വിജയശില്പിയായി ആഘോഷിക്കപ്പെട്ടത് വി ഡി സതീശനാണ്. അങ്ങനെ ആകുകയാണെങ്കിൽ തന്നെ അതിന് മുൻപേ കളം അനുകൂലമാക്കുകയായിരുന്നു ഈ തനിക്ക് അനുകൂലമായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ KC വേണുഗോപാൽ ചെയ്തത്. ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പി വി ഡി സതീശനാണ് എന്ന് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് അവസാന ഘട്ടത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന് വേണം കാണാൻ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന LDF-ന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രി KC ആകും. ശ്രീമതി അസിത, അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ സന്ധ്യയിൽ ചർച്ചയിൽ അധികാരത്തിലേറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കടുത്ത ഫാസിസ്റ്റ് ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടല്ലോ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും. CPM-കാർക്ക് എന്താ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ അവകാശം? അതായത് കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും അത് കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ മുഖ്യമന്ത്രിയാണ്. സാങ്കേതികമായി മാത്രമാണ് അത് മറ്റുള്ളവരെ എതിർക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ എന്താ അവകാശമെന്ന് ചോദ്യം ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് മനോഭാവമാണ്. അത് അദ്ദേഹം തിരുത്തുന്ന നല്ലതാണ്. ഞാൻ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും അഭിപ്രായം പറയാനും ഒന്നും വരുന്നില്ല. നമ്മളാരും വരുന്നില്ല. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം കേരളത്തിലെ തെരുവോരങ്ങൾ കലാപമാക്കുന്നു. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് നിയമവിരുദ്ധമാണ് വസന്ത, അയാളുടെ പേര് കേസെടുക്കേണ്ടി വരും. ഫ്ലെക്സ് കത്തിച്ചു, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. തെരുവിൽ സംഘർഷം ചേർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ഭരണാധികാരം കടന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് ജനാധിപത്യം. ശ്രീ രണ്ടത്താണി മാഷിയുടെ പറഞ്ഞു, പിന്നെ LDF-ന് വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു, അതുപോലെ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 99 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു ദുരന്തമില്ലായിരുന്നോ? ഈ ദുരന്തം എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുകയും ഒരാൾക്ക് മാത്രം സംഭവിക്കുകയും ചെയ്യുന്ന ഒന്നല്ല. അത് ചരിത്രത്തിൽ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. 2-3 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ 6-ാം തീയതി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തർക്കം എന്താ? CPM ഇടതുപക്ഷമോ കേരളത്തിൽ ജയിച്ചാൽ 6-ാം തീയതി മുഖ്യമന്ത്രി ഉണ്ടാവും. ഇവിടെ തെരുവിൽ കലാപങ്ങളും സംഘർഷങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കും. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് പത്രക്കാരോട് പറഞ്ഞതാണ് 5 മിനിറ്റ് മതി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. ഇനി അങ്ങ് ഹൈക്കമാൻഡിനെ കുറിച്ചുകൂടെ വിശദീകരണം തന്നു. എനിക്ക് തൃപ്തിയായി കാണുമല്ലോ എന്നൊക്കെ അങ്ങ് ഒരുപാട് അഭിമാനത്തോടെ പറഞ്ഞു. തൃപ്തിയായില്ല സർ. CWC എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു സമിതിയാണോ? പ്രസിഡന്റ് CWC അംഗമല്ലേ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ? ഇനി അതിനകത്തൊരു ജനാധിപത്യ വിരുദ്ധതയും കൂടെ പറയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങളുടെ CWC എലക്റ്റഡ് അല്ല. നിങ്ങളുടെ CWC പ്രസിഡന്റ് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ CWC. അതായിക്കോട്ടെ, ഞാനത് പറഞ്ഞല്ലോ. അതായിക്കോട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി പാർലമെന്ററി പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെടുക. പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത ഒരാൾ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? സാങ്കേതികമായിട്ട് കുഴപ്പമില്ല, കാരണം 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മതി. പക്ഷെ പാർലമെന്ററി പാർട്ടി അംഗമല്ല. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സന്ദർഭത്തിൽ പാഞ്ചാലിയെ പണയം വെക്കുന്ന ഘട്ടമുണ്ടല്ലോ. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പണയപ്പെട്ട ആളുകൾക്ക് എന്നെ പണയം വെക്കാനുള്ള അവകാശം എന്താന്ന് വ്യാസൻ ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരവില്ലാതെ കിടപ്പുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ അത് വളരെ ഭംഗിയായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർലമെന്ററി പാർട്ടി കൂടി ആ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ഒരാളിനെ അല്ല ഇവിടെ അസിത തന്നെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് മറ്റൊരാളാണ് വരുന്നത്. ആര് വന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് സാങ്കേതികം മാത്രമാണ്. സാങ്കേതികത്വം മാത്രമാണ് അതിനകത്തുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.